നമസ്കാരം ആർത്തി. കേരളത്തിൽ IS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്. പക്ഷേ അങ്ങനെ ഒന്നില്ല എന്നാണ് കേരളത്തിലെ ഇടതും വലതുമായ മുന്നണികൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തു പറയുന്നു ആർത്തി? എനിക്ക് തോന്നുന്നത് ഹരി ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ആദിലെന്ന് പറഞ്ഞ മൂവാറ്റുപുഴക്കാരൻ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ടുണ്ട്. അയാൾക്ക് IS ബന്ധമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു അല്ലേ ഈ ചോദ്യം. ഇതിനകത്ത് എനിക്ക് UDF-ഓ LDF-ഓ ആരും നിഷേധിച്ചാലും ഏത് രാഷ്ട്രീയക്കാരൻ നിഷേധിച്ചാലും കേരളത്തിന് അതിപ്പോൾ കേരളം എന്നുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ആ ഒരു അതിർത്തിക്കുള്ളിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, മലയാളികൾക്ക് IS ബന്ധമുണ്ട് എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് പണ്ട് തൊട്ടേ ഇത് എന്ന് IS ഉണ്ടായോ അന്ന് മുതലുള്ള IS ബന്ധമുണ്ട്. ഇനി IS മാത്രമല്ല, ഈ ഭൂലോകത്ത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുണ്ടായിട്ടുള്ള എല്ലാ ഇസ്ലാമിക സംഘടനകളിലും ഭീകര സംഘടനകളിലും മലയാള സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അൽ ഖ്വയ്ദ ഉണ്ടായിട്ടുണ്ട്. അൽ ഖ്വയ്ദയിൽ മലയാളികളുണ്ട്. അൽ ഖ്വയ്ദയുടെ സിറിയൻ വിഭാഗമായ അൽ നുസ്രയിൽ മലയാളികൾ ഉണ്ടെന്നും അതിലൊരു മലയാളി ഇവിടെ പാലക്കാട്ട് നിന്ന് പോയ ഒരാളാണ്, അയാളൊരു മുൻ മാധ്യമപ്രവർത്തകനാണെന്നും ആദ്യം റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ. അത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു അന്ന് ആരും അതിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു 12 വർഷം മുമ്പാണ്. ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാതെ എല്ലായിടത്തും ഇസ്ലാമിക ഭീകരവാദികളുടെ എല്ലാ ക്യാമ്പുകളിലും മലയാളി സാന്നിധ്യമുണ്ട്. പക്ഷേ അത് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പറയില്ല. അത് കേരളത്തിലെ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്നുള്ളതാണ്. ആരും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണത്. അല്ല, ഇത് ഇപ്പോഴുള്ളൊരു ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇയാൾ കേരളത്തിൽ IS-ന്റെ ഒരു യൂണിറ്റ് രൂപീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതികൾ ഇയാൾ ഇട്ടിരുന്നു. അത്തരം ഒരു പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്തത്. ഹരി, ഇത് പുതിയ കാര്യമല്ലെന്നേ. അതായത് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ഉണ്ട് ഡൽഹിയിൽ. ഒബ്സർവർ റിസർച്ച് ഇപ്പം നമ്മൾ സർക്കാർ പറയുന്ന, ഹോം മിനിസ്റ്റർ പറയുന്ന ഒന്നും നോക്കണ്ട. ഈ OBF എന്ന് പറയുന്ന ORF എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അവർ സ്വതന്ത്രമായ ഓർഗനൈസേഷനാണ്, സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനമൊന്നുമല്ല. അവരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ 2014-നും 2018-നും ഇടയിൽ ഇന്ത്യയിൽ ഒരു 200 കേസുകൾ ഉണ്ടായിട്ടുണ്ട് IS-ഉമായിട്ട് ബന്ധപ്പെട്ട്. ആ 200 കേസുകളിൽ 40 കേസുകളെന്ന് അവരുടെ ഒരു റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ, അവരുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് 60 തൊട്ട് 70 വരെ കേസുകൾ കേരളത്തിൽ നിന്നാണെന്നാണ്. അതായത് 200 കേസുകളിൽ 40 കേസുകളാണെങ്കിലും 60 ആയാലും 70 ആയാലും അതൊരു വലിയ ശതമാനമാണ്. മനസ്സിലായില്ലേ? ഇത് കേരളത്തിൽ നിന്നുണ്ട്. ഇത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, റിസർച്ച് ചെയ്യപ്പെട്ട ഡേറ്റയാണ്. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ വളരെ വേറൊരു രസകരമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ ഒബ്സർവർ ഫൗണ്ടേഷൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, കേരളമാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെൻറ്റും ഒക്കെ നടന്നതെന്ന് അവർ പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, മറ്റേ 22 പേർ ഒരിടത്തു നിന്ന് പോയി, പാലക്കാട്ടു നിന്ന് വേറെ പോയിട്ടുണ്ട്. അത് ഇതുവരെ വാർത്തകളിൽ വന്നിട്ടില്ല. അങ്ങനെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് നിരവധി ആൾക്കാർ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ റാഷീദ് അബ്ദുള്ള എന്ന് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ പോയ 2016-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു, പോയ ഒരു 22 പേരുടെ സംഘത്തെക്കുറിച്ച് മാത്രമാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ അതിനപ്പുറം വേറെ ആൾക്കാർ പോയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല ആൾക്കാരും പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല ആൾക്കാരും പോയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വാർത്തകളിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതല്ല. അപ്പോൾ കേരളമാണ് ഇതിൻ്റെ ഒരു പ്രധാന റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രം IS-ലെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ. കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളുമാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്നറിയാം? ഉത്തർപ്രദേശിലും വെസ്റ്റ് ബംഗാളിലുമുള്ള IS യൂണിറ്റുകൾ അല്ലെങ്കിൽ IS സെല്ലുകൾ ശ്രമിച്ചതും ചിലയിടത്തൊക്കെ ചെയ്തതും ലോക്കലായിട്ടുള്ള ആക്രമണങ്ങളാണ്. കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ഇവർ ലോക്കലായിട്ട് യാതൊന്നും ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരാക്രമണവും നടക്കാത്തത്. UP-ലും വെസ്റ്റ് ബംഗാളിലും ഉള്ളതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. സ്ലീപ്പർ സെല്ലുകളുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ സജീവമായവരുണ്ട്, പലരും മിഡിൽ ഈസ്റ്റിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു പ്രത്യേക തരത്തിൽ അല്ലെങ്കിൽ ഒരു വാർത്തയിൽ വരുന്ന രീതിയിൽ ആക്രമണം നടത്തില്ല എന്നുള്ളത് ഇവരുടെ തീരുമാനമായിരുന്നു.
ആ തീരുമാനം ഒരുപക്ഷെ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. കാരണം ഇവരും ആക്രമണമൊന്നും നടത്താത്ത അഹിംസാവാദികളൊന്നും അല്ല. ഇപ്പോൾ 2019 നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ശ്രീലങ്കയിൽ ഒരു അറ്റാക്ക് ഉണ്ടായി, മറ്റേ ഈസ്റ്ററിൻ്റെ ദിവസം. അന്ന് ശ്രീലങ്കയിലുണ്ടായ അറ്റാക്ക് നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന് പറയുന്ന ശ്രീലങ്കയിലുള്ള ഒരു ഭീകര സംഘടനയാണ്, അവരാണ് ചെയ്തത്. ആ ഭീകര സംഘടന ഡയറക്റ്റ്ലി IS-ഉമായിട്ട് ബന്ധമുള്ള സംഘടനയാണ്. ആ സംഘടന ഇത് ചെയ്യുമ്പോൾ പാലക്കാട്ടുകാരൻ റിയാസ് അബൂബക്കർ ഈ ആക്രമണത്തിൽ ഇൻവോൾവ് ആയിരുന്നു. റിയാസ് അബൂബക്കർ ആയിരുന്നു ഇവരുടെ കൂട്ടാളി എന്ന് വന്നിട്ടുണ്ട്. ഇതേ റിയാസ് അബൂബക്കർ കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കേസുകളിലും പേര് പറയുന്ന ആളാണ്. അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കാണ്. ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരു നേരിട്ട് തന്നെ ഒരു ഭീകരവാദ സംഘടന എന്ന് പറയാവുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൈകോർക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു രണ്ട് വിഷയം കൂടെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഈ കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരരില്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. 3 പേരെയെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആരാണ് ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായി പെരുമാറുന്ന ഇസ്ലാമിക സംഘടന, ഭീകര സംഘടനയാണ്. മുസ്ലിം അതിതീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങൾക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത ഭീകരത സൃഷ്ടിച്ച ആൾക്കാരാണ്. അതിലെ 3 മലയാളികളെക്കുറിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ, ISKP എന്ന് പറയുന്ന അവരുടെ ഖൊറാസാൻ പ്രോവിൻസിൽ ഇപ്പോഴും ആക്റ്റീവായ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അവരുടെ മാഗസിനുണ്ട്, വോയിസ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുന്ന മാസികയിൽ ഫീച്ചർ ചെയ്യപ്പെട്ട 3 മലയാളികളുണ്ട്. ഞാൻ അവരുടെ പേര് വായിക്കാം. അവർ 3 പേരും തീവ്രവാദികളാണെന്ന് മാത്രമല്ല, 3 പേരും സൂയിസൈഡ് അറ്റാക്ക് നടത്തി അവരുടെ ഭാഷയിൽ വീരസ്വർഗം പ്രാപിച്ചവരാണ്, അല്ലെങ്കിൽ ജന്നത്തിലേക്ക് പോയവരാണ്. 3 മലയാളികളാണെന്ന് ഓർക്കണം. 2020 മുഹമ്മദ് മുഷീൻ എന്നാണ് അങ്ങയുടെ പേര്. ഇയാൾ കാസർഗോട്ടുകാരനാണ്. ഈ മുഹമ്മദ് മുഷീൻ കാബൂളിലെ ഗുരുദ്വാര, സിഖുകാരുടെ പവിത്രമായ ഗുരുദ്വാര അറ്റാക്ക് ചെയ്ത് നിരവധി ആൾക്കാർ മരിച്ച കേസിലെ ഈ പറയുന്ന സ്വയം പൊട്ടിത്തെറിച്ച തീവ്രവാദിയായിരുന്നു ഈ മുഹമ്മദ് മുഷീൻ. ഇയാൾ കാസർഗോട്ടുകാരനാണ്. ഇനി 2021 ലിബിയയിൽ പട്ടാള ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബൂബക്കർ അൽ ഹിന്ദി, ഇയാൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയർ ആയിരുന്നു, ക്രിസ്ത്യനാണെന്ന് പറയുന്നു. ക്രിസ്ത്യനായിരുന്ന ആൾ മുസ്ലിമായിട്ട് പോയിട്ട് പൊട്ടിത്തെറിച്ചതാണ് ലിബിയയിൽ 2021. ഇനി അത് കഴിഞ്ഞ് അടുത്ത വർഷം നജീബ് അൽ ഹിന്ദി, ഇയാൾ 23 വയസ്സുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ എന്തോ സംഭവമായിരുന്നു. ഇയാൾ പൊട്ടിത്തെറിച്ചത് അഫ്ഗാനിസ്ഥാനിൽ തന്നെയാണ്. ഇത് 2023 തോന്നുന്നു. 2023 23 വയസ്സുള്ള ഈ 3 പേരെയും വോയിസ് ഓഫ് ഖുറാസാൻ എന്ന് പറയുന്ന അവരുടെ മാസികയെ തന്നെ പ്രകീർത്തിച്ച് ലേഖനം വന്നവരാണ്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യത്തില്ല ആരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സവിശേഷമായ ഇവിടുത്തെ രാഷ്ട്രീയ സാമുദായിക സാഹചര്യമാണ്. ആരും ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. മഹത്തരമായ ന്യൂനപക്ഷമാണ്. മഹത്തരമെന്ന് മാത്രമല്ല, അയ്യോ അതൊക്കെ വളരെ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറയുകയാണ്. കേരളത്തിൽ ഇതൊന്നും ചെയ്യണ്ടെന്ന് ഇവർ തീരുമാനിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ചെയ്യാത്തത്. കാരണം ഇവിടെ നിന്ന് ആൾക്കാരെ ഉത്പാദിപ്പിച്ച് ലോകം മൊത്തം എത്തുക. ഇനി ഞാൻ ശ്രീലങ്കയുടെ കാര്യവും പറഞ്ഞു. ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന ലിബിയയിൽ വരെ നടന്ന ആക്രമണത്തിൽ മലയാളികൾ പങ്കെടുത്തിട്ടുണ്ടെന്നേ ഇവിടെ കേരളത്തിൽ എത്ര പേർക്കറിയാം? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സംഭവം ഗസായിൽ നടന്നതിനെക്കുറിച്ച്. ഇപ്പം ഗസായിൽ നടന്ന ഇസ്രായേലി ആക്രമണവും കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ടുള്ള പ്രൊപ്പഗാൻഡയൊക്കെ അവിടെ നിൽക്കട്ടെ, സാധാരണക്കാരായ ജനങ്ങൾ. പക്ഷേ ഈ സാധാരണക്കാരായ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒരുപോലാണോ? അല്ല. ഞാൻ ഒരു സംഭവം കൂടെ പറയാം. 2025 ഫെബ്രുവരിയിൽ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, അതായത് നമ്മുടെ ഇവിടെ ഇസ്മയിൽ ഹാനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവിനെ ഒരു തൃക്കരിപ്പൂരോ മറ്റോ ഒരു ഫെസ്റ്റിവലിൽ, ഒരു ഉറൂസിൽ അയാളുടെ വിഗ്രഹം, സാധാരണ അമ്പലങ്ങളുടെ വിഗ്രഹങ്ങൾ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്ന പോലെ ആനപ്പുറത്ത് അയാളുടെ പടം വെച്ചിട്ട് ഇവിടെ എഴുന്നള്ളത്ത് നടത്തി. ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ അതിനോട് പ്രതികരിച്ചോ? അതേ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും അവിടുത്തെ ലഷ്കർ-ഇ-തൊയ്ബയുമായിട്ടും അവിടുത്തെ ജയ്ഷുമായിട്ടും ചേർന്ന്
മീറ്റിംഗ് നടത്തി വലിയ സമ്മേളനം നടത്തിയ പാർട്ടീസാണ് ഈ ഹമാസ്. പഹൽഗാമിന്റെ ആക്രമണത്തിൽ അപ്പൊ ഇവിടെ ഇസ്മയിൽ ഹാനിയായുടെ പടവും വഹിച്ചുകൊണ്ട് ആനപ്പുറത്ത് നടക്കുമ്പോൾ അവിടെ ഹമാസിന്റെ മറ്റൊരു നേതാവായ ഖലീദ് ഖ്വാദുമി ഇയാൾ റാവൽകോട്ടിൽ ജെയ്ഷുമായിട്ടും ലഷ്കർ ഇ തോയ്ബയുമായിട്ടും മീറ്റിംഗ് നടത്തുകയായിരുന്നു. കേരളത്തിൽ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു? രണ്ട് ദിവസം മുന്നേ അവർ വീണ്ടും എത്തിയിരുന്നു. ഹമാസിന്റെ ഇപ്പോഴത്തെ ലീഡറായിട്ടുള്ള സഈർ ആണെന്ന് തോന്നുന്നു. അയാൾ ഈ ലഷ്കർ ഇ തോയ്ബയുമായിട്ട് സന്ദർശനം നടത്തുകയും അവിടുത്തെ അവരുടെ വളരെ കൃത്യമാണ് അതേ ഹമാസിനെയാണ് കേരളത്തിൽ പൊക്കിക്കൊണ്ടുവരുന്നത്. ഖലീദ് മഷാൽ അയാൾ ഓൺലൈനായിട്ട് വലിയ മീറ്റിങ്ങിലല്ലേ സംസാരിച്ചത്, അത് നാഷണൽ വാർത്തയായതാണ്. അതും കേരളത്തിലാണ് സംഭവിച്ചത്. അപ്പം ഇവിടെ ഈ ഭീകരവാദവും പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിലുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വരമ്പ് വളരെ നേർത്തതാണ്, അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ ജമാഅത്തെ വിവാദവും ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഈ വിവാദങ്ങൾക്കിടയിൽ പറയുന്നുണ്ട് ഇനിയും ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്ന് ഉണ്ടല്ലോ. അതേ വിവാദത്തെ മറ്റൊരു തരത്തിൽ മുസ്ലിം ലീഗിനെ ആക്രമിക്കാതെ ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഹസനമാണ് നമ്മുടെ AK ബാലൻ നടത്തിയത്. ഇപ്പം മുസ്ലിം ലീഗ് ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഭരിക്കുന്ന ആരാണെന്ന് ഏതാണ്ട് ജനങ്ങൾക്ക് വ്യക്തമായല്ലോ ഇല്ലേ? ഇത് തന്നെ അല്ലായിരുന്നോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് നടന്നത്? 5-ാം മന്ത്രി എന്തൊരു വിവാദമായിരുന്നു. എന്നിട്ട് 5-ാം മന്ത്രിയെ കിട്ടിയില്ല, പക്ഷെ പകരം 33 സ്കൂളുകളാണ് കൊടുത്തത്. 33 സ്കൂളുകൾ കൊടുത്തത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയ ചലനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് BJP നേതാക്കന്മാരാരുമല്ല, RSSൻ്റെ ആൾക്കാരുമല്ല, പറഞ്ഞത് VD സതീശൻ തന്നെയാണ്. അത് കേരളത്തെ ബാധിക്കുമെന്ന്. ഇന്ന് അതേ VD സതീശനാണ് ഈ ഷാജി മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്നത്. മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്ക് ലഭിക്കേണ്ട 9 വർഷം ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതായത് ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യേണ്ട സമയമായി എന്നാണ് ഞാൻ പറയുന്നത്. അത് പറയുന്ന ഇവിടുത്തെ ബാക്കിയുള്ള സമുദായക്കാരെ പറഞ്ഞാൽ മതി, അവരിത് ചോദ്യം ചെയ്യാൻ തയ്യാറാണ്. അതായത് ഇന്ത്യ ജനാധിപത്യമാണ്, ഇന്ത്യ മതേതരത്വമാണ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ KM ഷാജിയെ പോലെ ഒരാൾ, KM ഷാജി പ്രോഗ്രസീവാണ്, യൂത്താണ് എന്നൊക്കെ പറഞ്ഞാണ് ഷാജിയുടെ ഒരു മുഖം മുസ്ലിം ലീഗ് വെക്കുന്നത്. ആ ഷാജി പറയുകയാണ് സമുദായമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി, ഞങ്ങളുടെ ഐഡൻറ്റിറ്റി സമുദായമാണ്, നമ്മൾ സമുദായ പാർട്ടിയാണ്. അപ്പോൾ സമുദായ പാർട്ടി ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും അപ്പോൾ സമുദായത്തിന് വേണ്ടി മാത്രമാണ്. അതെങ്ങനെയാണ് ജനാധിപത്യവും മതേതരത്വവുമായിട്ട് ചേർന്ന് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളും ഓരോ രാഷ്ട്രീയ പാർട്ടി അവർക്ക് വേണ്ടി ഉണ്ടാക്കി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ രാഷ്ട്രീയം നടത്തിയാൽ പോരെ? ഇപ്പോൾ BJPയെ വർഗീയമെന്ന് പറയും, കാസ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ സംഘടനകളിൽപ്പെട്ടവർ ദേശീയതയെക്കുറിച്ച് പറഞ്ഞ ഉടനെ നീ ക്രിസംഗിയാണെന്ന് പറഞ്ഞ് അവരെ ബ്രാൻഡ് ചെയ്യും. പക്ഷേ മറുവശത്ത് ഷാജിയെ പോലുള്ളവരിങ്ങനെ നിലവിളിച്ചാലും മൈക്കിൽ കൂടെ അലറിയാലും ഒരു പ്രശ്നവും ഇല്ല ആർക്കും. ഹഗിയ സോഫിയ വിഷയത്തിലൊക്കെ എത്ര ഭീകരമായിട്ടാണ് പണക്കാട് എന്നിട്ട് അദ്ദേഹത്തെ ആരെങ്കിലും അപലപിച്ചോ? പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻ ബിഷപ്പുമാർ പോലും ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോ പ്രതിരോധത്തിലായിപ്പോയത് AK ബാലൻ അബദ്ധവശാൽ ഈ പറഞ്ഞ കാര്യത്തെ തിരിച്ച് തള്ളാനില്ല. AK ബാലൻ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാലും ഇനി മുസ്ലിം ലീഗിനെ പറഞ്ഞാലും കേരളം ഒട്ടുക്ക് ഒരു ആശങ്കയുള്ള ഒരു വിഷയം തന്നെയാണിത്. കേരളം ഒട്ടുക്ക് മാത്രമല്ല, ഈവൻ കോൺഗ്രസിനുള്ളിൽ പോലും ആശങ്കയുള്ള ഒരു വിഷയം. പക്ഷേ അവർ അത് പറയാൻ തയ്യാറായില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഒരു വശത്തും, മറുവശത്ത് ഭീകരവാദത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലവും കൂടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കേരളം ഒരു എന്താ പറയുക, ഒരു ബോംബിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബോംബിൻ്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്, അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെ ആയിരിക്കുന്നത്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇത് തുറന്നു പറയാൻ ഒരു രാഷ്ട്രീയക്കാരനും തയ്യാറാകുന്നില്ല. വോട്ട് നഷ്ടപ്പെടും. BJPക്കാർ ആരെങ്കിലും ഇത് പറഞ്ഞാൽ അയ്യോ ദേണ്ടേ വർഗീയത പറയുന്നു എന്ന് പറയും. ഒരു യാഥാർത്ഥ്യം പറയുന്നത് എങ്ങനെയാണ് വർഗീയതയാവുന്നത്? ആവശ്യത്തിന് സംഭവങ്ങളുണ്ട്. മാറാട് കലാപത്തെ സംബന്ധിച്ച് ഇത്ര വിസിബിളായ സംഭവം, അതാണ് അവരിപ്പോൾ പ്രതിരോധത്തിലാവുന്ന ഏറ്റവും. അതായത് ബാബറി മസ്ജിദിനെ ഇവർക്ക് ഇന്നിപ്പോഴും പറയുന്നതിന് പ്രശ്നമില്ല, പക്ഷേ മാറാടിനെ കുറിച്ച് പറഞ്ഞത് തന്നെ അബദ്ധമായി പോയി. മാറാടിനെ കുറിച്ച് ഏതോ ഒരു ചർച്ചയില് ഷാജിയുടെ മുഖം ഇങ്ങനെ വിളറുന്നതൊക്കെ കണ്ടു എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്.
പ്രതിരോധിക്കാൻ യാതൊരു മാർഗവുമില്ല. വളരെ വിസിബിളാണ്. മെയിൽ നടന്ന കലാപം ഏകപക്ഷീയമായ ഹിന്ദു ആക്രമണമാണ്. അതിനു മുമ്പുള്ള കലാപത്തിലും ഹിന്ദുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളാണെന്ന് തോന്നുന്നു കൂടുതൽ കൊല്ലപ്പെട്ടത്. അതെ, അതെ. അത് ഒരു സാമുദായിക സംഘർഷം. അത് കഴിഞ്ഞ് മറ്റേത് പ്രതികാരം വളരെ തന്നെയായിരുന്നു. കൃത്യമായിട്ട് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള 8 ഹിന്ദുക്കൾ അവിടെ മരിച്ചു വീണു. അതെ, അതെ. മറ്റേത് 3-2 എന്നുള്ള രീതിയിൽ അതൊരു ചെറിയ സംഘർഷത്തിന്റെ പുറത്തുണ്ടായ പെട്ടെന്നുണ്ടായതാണ്. പക്ഷെ മെയിൽ ഇത് നടന്നത് planned planned attack. അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് മിണ്ടിപ്പോയത് ഇപ്പോൾ സത്യത്തിൽ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്തായാലും ഇനിയും വരുന്ന മാസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പറയാൻ നേതാക്കന്മാർ തയ്യാറാകട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം. ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. നമസ്കാരം. നമസ്കാരം.